10 റാങ്കുകൾ ഉണ്ടെങ്കിൽ അതിന് 3 മുതൽ 5 വരെയുള്ള റാങ്കുകൾ നമുക്ക് ഇവിടെ കിട്ടിയ വർഷങ്ങളുണ്ട്. ഓർത്താൽ മതി എന്തുമാത്രമാണ് നമ്മുടെ അധ്യാപകരുടെയും കുട്ടികളുടെയും ആ കാര്യത്തിലുള്ള ഉത്സാഹവും നിലവാരം എന്ന് ഓർത്താൽ മതി. ഞങ്ങൾ ഇതിൽ പോകുമ്പോൾ പറഞ്ഞ ഞങ്ങളുടെ കോളേജിൽ ഇത്ര റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കോളേജ് ഞങ്ങൾ നടക്കും. ഈ ഒരു വളരെ പെട്ടെന്നുള്ള ഒരു വളർച്ച എന്ന് വേണേൽ നമുക്ക് തോന്നാം. കാരണം ആദ്യകാലങ്ങളിൽ ഇവിടെ പഠിച്ച കുട്ടികൾ അവരുടെ മക്കളെ ഈ നാഷണൽ അക്രഡിറ്റേഷന്റെ ശേഷമുള്ള പ്രോഗ്രാമിൽ അവർ വന്ന് പങ്കെടുത്തതിന് ശേഷം ആ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു. ഇതാണ് ഞങ്ങൾ പഠിച്ച കോളേജ്, നിങ്ങൾ വന്ന് കാണണം, കെൻഡർ ബേക്കറി കോളേജിൽ പോകണം, കോളേജാണ്, നീ വന്ന് കാണണമെന്ന് മക്കളെ പഠിപ്പിച്ചു. എല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. സിബി പ്ലാത്തോട്ടത്തെ കുറിച്ച് പറയാനാണ് അദ്ദേഹം ലയൺസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്തും അല്ലാതെയുമൊക്കെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. രാജീവ് ഡി കൃഷ്ണപുരം സാറിനെ മാത്രമേ ഇതിനകത്തൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കറിയത്തുള്ളൂ, ബാക്കി ആളുകളെ എനിക്കറിയില്ല. 82 ഈ കോളേജ് ആരംഭിക്കുമ്പോൾ ഞാൻ 4 കൊല്ലം അബുദാബിയിൽ പോയി പന്തും കളിച്ച് ഇവിടെ തിരിച്ചു വന്നിറങ്ങിയ കാലമാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ട്. ഏതായാലും ഈ കോളേജിനെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗിരിജ സാറിന് ഞാൻ എല്ലാ അനുമോദനങ്ങളും അറിയിക്കുന്നു. ഈ കൂട്ടായ്മയിലൂടെ ഈ കോളേജിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നെനിക്കറിയാം. അദ്ദേഹവും ഇപ്പോൾ പുതിയ തിരുമേനിയും വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പണ്ട് മേലികാവ് കോളേജ് അഡ്മിഷൻ പെടാൻ മേലികാവ് കോളേജ് അഡ്മിഷന് വേണ്ടി ക്യൂവാണ്. വല്ലപ്പോഴേക്കും ഞങ്ങൾ പിടിച്ച് ഓരോന്ന് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഏതായാലും അദ്ദേഹത്തെ പ്രിൻസിപ്പലിനെ ആദരിച്ചത് ഞാൻ പ്രത്യേകം നന്ദി പറയാം. തീർച്ചയായും വേണ്ടിയ കാര്യം. മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ കൂപ്പുകൈ. എനിക്കിതിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ഞാനിത് കയ്യിൽ മുന്നിൽ നോക്കുക, ഇത് ശരിയാണോ? കാരണം ഇത്രയും ഗ്രാൻഡായിട്ട് ഇത്രയും ആഹ്ലാദം നിറഞ്ഞ ഒരു അന്തരീക്ഷം പെൻഷൻ പറ്റിയതിന് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം. അതിൽ നിങ്ങളോടുള്ള നന്ദി വാക്കുകളിൽ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നതല്ല. എനിവേ ഇത്രയും അധികം പൂർവ്വ വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരായ അധ്യാപകരെയും കാണുവാൻ സാധിച്ചതിൽ പ്രത്യേകമായ വളരെയധികം സന്തോഷമുണ്ട്. നാളുകൾക്ക് ശേഷമാണ് തോമസ് ടി ജോഷുവ സാറിനെ കാണുന്നത്. അതോടൊപ്പം എന്നോടൊപ്പം പ്രവർത്തിച്ചതായ NSS വോളണ്ടിയർ സെക്രട്ടറീസ് അബ്ദുൽ സലാം എം, ശ്രീ ബെന്നറ്റ് എബ്രാഹാം
എന്നിവരെയും കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും എനിക്ക് മുഖപരിചയമില്ല എങ്കിലും എല്ലാ അധ്യാപകരെയും ഈ കോളേജ് ആരംഭിച്ച കാലം മുതലുള്ള എല്ലാ അധ്യാപകരെയും എനിക്ക് നന്നായി അറിയാം. കാരണം മൈക്കിൾ ജോൺ തിരുമേനി മാനേജറായിരുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും എല്ലാ അധ്യാപകരുമായിട്ടും പരിചയമുള്ള എല്ലാവരെയും അധ്യാപകരെ അറിയാം. എന്നാൽ വിദ്യാർത്ഥികൾ അന്ന് പരിചയമില്ല എങ്കിലും ഇന്ന് നിങ്ങളെല്ലാവരും വലിയ ഉന്നത നിലയിൽ ആയിത്തീർന്നതിൽ ഞങ്ങൾക്കെല്ലാം എന്ന് പറയുമ്പോൾ കോളേജിലും ഈസ്റ്റ് കേരള മഹായുടെയും അതിയായ സന്തോഷവും നിങ്ങളോടുള്ള ആദരവും ബഹുമാനവുമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് നേരിൽ കാണുമ്പോൾ മാനേജ്മെൻറ്റിന് ഉണ്ടാവുന്നതായ സന്തോഷത്തെ, അഭിമാനത്തെ മാനേജ്മെൻറ്റിന് വേണ്ടി ഞാൻ എല്ലാവരോടും അറിയിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളുടെയും മുൻ അധ്യാപകരെ ഇപ്രകാരം ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകർ, പ്രത്യേകിച്ച് സിബി കാത്തോട്ടം, അതുപോലെ തന്നെ ഡോക്ടർ സ്റ്റാലിൻ, അഡ്വക്കേറ്റ് അനിൽ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഈ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും അതുപോലെ തന്നെ വന്നപ്പോൾ സാറേ ഞാൻ ഇന്ന ക്ലാസ്സിലുള്ളായിരുന്നു അങ്ങനെ പറയുന്ന ഒരു പഴയ ശബ്ദം വീണ്ടും ചെവിയിലേക്ക് വന്നപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയോടെ നന്ദി പറയുന്നു. 81 തൊട്ട് 89 വരെയുള്ള ബാച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ക്യാമ്പസ് വളരെ സജീവമായിട്ടുള്ള, ഇവിടെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും അത് വിദ്യാർത്ഥികൾക്കും അതുപോലെ ഒരു ക്യാമ്പസ് 100ഓളം കുട്ടികൾ 90, 80 അങ്ങനെയുള്ള ക്ലാസ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അത്രയും വിദ്യാർത്ഥികൾ. അതാണല്ലോ ഒരു ക്യാമ്പസിൻ്റെ സജീവത എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്നേഹബന്ധം, ഒരു സൗഹൃദം നിലനിർത്തുവാനും ഇതുപോലൊന്ന് സംഘടിപ്പിക്കുവാനും കാരണമായ സംഗതികളിൽ ഒന്ന് സന്തോഷം കൊണ്ടാണ് ഞാൻ ചാടിക്കയറി. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും നമസ്കാരം. നിങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ മിണ്ടാതെ പോകാൻ പറ്റുമെന്നതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. പഠിച്ചതിന് ശേഷം, പഠിച്ചിവിടുന്ന് പാസ്സായതിനു ശേഷം ആദ്യമായിട്ട് വരുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്താം. ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് അവർക്കൊരു കൈയടി കൊടുക്കണം. വാസ്തവത്തിൽ ഞാൻ ഓർക്കുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ദ്വാരകയിൽ പോയി വന്ന കുചേലൻ്റെ മനസ്സായിരിക്കും. കുചേലൻ അവലുമൊക്കെ പൊതിഞ്ഞ് കക്ഷത്ത് വെച്ചുകൊണ്ട് ദ്വാരകയിൽ ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ താൻ ജീവിച്ചിരുന്ന കുടിൽ അവിടെയില്ല. അതിൻ്റെ സ്ഥാനത്ത് ഒരു മനോഹരമായ സൗധം മാളികയാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ 89 പഠിച്ചിറങ്ങി പോയതിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ഒരു മായൂര പിഞ്ചികയുടെ ചലനം കൊണ്ട് മാറിപ്പോയ ആ ഒരു പഴയ നമ്മുടെ കലാലയത്തിന് പകരം പുതിയ ഒരു മുഖച്ഛായയോടുകൂടിയാണ് ഈ സ്ഥാപനം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരാളാണ്. അത് നമ്മുടെ ഗിരീഷ് സാറാണ്. അദ്ദേഹത്തിന് വലിയൊരു കഴിവ്. ഒരു ടീച്ചർ എന്നുള്ള ആളായിട്ട് മോൾഡ് ചെയ്തത് ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങളാണ്, വേറെ ആരുമല്ല. കാരണം ഒരു സാധാരണ ഒരു കോളേജ് ആയതുകൊണ്ട്, സാധാരണ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മളുടെ പോരായ്മകളൊന്നും അവർ തിരിച്ചറിയുന്ന പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും തെറ്റുകൾ തിരുത്തി 2016 റിട്ടയർ ചെയ്തപ്പം ഞാൻ പഠിച്ചത് ഇവിടെ. അന്ന് ഞങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആ മരങ്ങൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്തുള്ളൊരു കെട്ടിടത്തിലായിരുന്നു. അന്ന് ആശുപത്രി കെട്ടിടമായിരുന്നു. അന്ന് ഞാൻ ആദ്യം പഠിപ്പിച്ചത് 2nd ഇയർ 4th ഗ്രൂപ്പിൽ B ബാച്ചായിരുന്നു എൻ്റെ ഓർമ്മ. എന്നാ കെട്ടിടം ഓക്കെ സാറിൻ്റെ ക്ലാസ് ഓക്കെ. ഇന്ന് ആ ക്ലാസ്സിൽ ഇന്ന് ആ റൂം അവിടെ ഇല്ല, അത് ഇപ്പം മാറിപ്പോയി. ഒരു മജീഷ്യനുണ്ട്, അദ്ദേഹം
ആണ് ഗിരീഷ് കുമാർ സാർ. എൻ്റെ പൂർവ വിദ്യാർത്ഥികളെ, നിങ്ങളൊക്കെ നരയ്ക്കുകയും പ്രായമാക്കുകയൊക്കെ ചെയ്തെങ്കിലും എനിക്കിപ്പോഴും കൊച്ചു സജീവവും അനുരൂപിയാണ്. അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം, ഒരു ജൈവബന്ധം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. ഇത്തരത്തിലുള്ള ബന്ധങ്ങളാണ് ഈ പ്രദേശത്ത് നിന്ന്, ഇവിടെയുള്ള ആളുകളിൽ നിന്ന്, നിങ്ങളിൽ നിന്നൊക്കെ, എല്ലാ നിങ്ങളുടെ വിദ്യാർത്ഥികളിൽ നിന്നും വലിയ സ്നേഹം, വലിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കോളേജുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ, ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ലാത്ത അനുഭവങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ്. ഈ കോളേജ് തുടങ്ങിയ സമയത്ത് ആദ്യമായി ഇവിടെ എത്തുന്നത് നമ്മുടെ പ്രിൻസിപ്പലായിരുന്ന PV ജോസഫച്ചന്, മരിച്ചുപോയ പ്രൊഫസർ CC ജേക്കബ് സാറ്, പ്രൊഫസർ RV വർഗീസ് സാറ്, ലിസമ്മ തോമസ്, ഇങ്ങനെ ഏതാനും വ്യക്തികളോടെ ഞാനും കോളേജ് തുടങ്ങിയ ദിവസം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈശ്വരൻ്റെ കയ്യൊപ്പുള്ള ഒരു ധന്യ മുഹൂർത്തമാണിത്. ഇതിന് വേദി ഒരുക്കിയ നിങ്ങളിൽ ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് സ്ഥിതിക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ഇത്രമാത്രം ദൈവാനുഗ്രഹമുള്ള ഒരു സ്ഥാപനത്തിൽ, ഒരു കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് കുറച്ച് നാളെങ്കിലും സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ദൈവം നിന്ന് നന്ദിയോടെ ഓർക്കുന്നു. ഇത്ര മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നതിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. പ്രത്യേക നന്ദി. വൈകിയ വേളയിലായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി, നമസ്കാരം. നേരത്തെ PV ജോസഫച്ചൻ പറഞ്ഞതുപോലെ വളരെ അവിശ്വസനീയമായി തോന്നുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ. കാരണം ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് നടത്താൻ തോന്നിച്ചതിന് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം 40 വർഷം മുമ്പ് കണ്ടവരെയൊക്കെ വീണ്ടും കാണാൻ സാധിക്കും, ഭയങ്കര അത്ഭുതമാണ്. അന്നത്തെ അധ്യാപക സുഹൃത്തുക്കളെയും വീണ്ടും കാണാൻ സാധിച്ചത് വളരെ സന്തോഷകരമായ അവസരമായിട്ട് ഞാൻ കരുതുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ അധ്യാപകരെന്ന് പറയുന്ന ഗ്രൂപ്പ് വളരെ ഭാഗ്യമുള്ളൊരു ഗ്രൂപ്പാണെന്ന്. കാരണം മറ്റേത് പ്രൊഫഷനിൽ ആണെങ്കിലും റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ ആ കൂടെ വർക്ക് ചെയ്ത ആളുകളെയോ ഓഫീസിൽ പല സേവനങ്ങൾ ചെയ്തു കൊടുത്തവരെയോ ഒന്നും പിന്നീട് കാണുന്ന ഒരവസരമില്ല. പക്ഷെങ്കിൽ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്, ഏത് കാര്യത്തിന് ഏതൊരു ഓഫീസിൽ ചെന്നാലും എവിടെ ചെന്നാലും നമ്മൾ പഠിപ്പിച്ച ഒരു കുട്ടിയെങ്കിലും അവിടെ കാണും. അത് വലിയൊരു ഭാഗ്യമാണ്. ഞാനിവിടെ കോളേജിൽ വരുമ്പോൾ എനിക്ക് വിഷയങ്ങളൊന്നും കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ മാത്തമാറ്റിക്സ് മാത്രമായിരുന്നു എനിക്ക് തറവായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചാണ് ഞാൻ വിഷയങ്ങളൊക്കെ വരുന്നതും തറവാകുന്നത്. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, എങ്ങനെ ആകണം, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു വന്നപ്പോഴത്തേക്ക് 56 വയസ്സായി കോളേജിൽ പറഞ്ഞു. ഞങ്ങളൊക്കെ കോളേജിൻ്റെ ആദ്യകാലത്തെ സ്റ്റുഡൻസുകളാണ്. പുതിയ സെഷൻ 2004 സെഷൻ വന്നാലും ഇതിനായിട്ട് വലിയ പരിചയമില്ല. ഏതായാലും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് വളരെ നന്നായെന്നാണ് ഞാൻ കരുതുന്നത്. 2031 നമ്മുടെ കോളേജിൻ്റെ 50ാം വാർഷികമാണ്. ആ സമയമാകുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ 1989 വരെയുള്ള കുട്ടികളുടെ ചേർത്തുള്ള ഗ്രൂപ്പാണ് നമ്മൾ സംഘടിപ്പിക്കുകയും ഈ യോഗം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. 2031 ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ മുഴുവൻ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി ആൾക്കാരെ നമ്മുടെ കോളേജിൻ്റെ 50ാം വാർഷിക സമയത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടാൻ സാധിക്കട്ടെ. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്നേഹാദരവോടെ. വളരെ വലിയ ഒരു ചരിത്ര ദിവസമായി ഇന്നത്തെ ദിവസം മാറി. മേരികാവ് ഹെൻറി ബേക്കർ കോളേജ് എന്നുള്ളത് ഒരു വികാരമാണ് എനിക്കും
ഈ കോളേജിന് ശേഷം ഒട്ടനവധി കോളേജുകളിൽ പഠിക്കുവാൻ, ലോ കോളേജ് ഉൾപ്പെടെ അനേക കോളേജുകളിൽ കേരളത്തിൽ വെളിയിൽ പഠിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ കോളേജ് എനിക്കൊരു വലിയ വികാരമാണ്. ഇവിടെ ഒത്തിരി പേര് ഈ ക്യാമ്പസുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ഒപ്പം ബന്ധം ആർക്കും കാണില്ല എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ വീട്ടിൽ 4 മക്കളാണ്. 4 മക്കളിൽ ഞങ്ങൾ 3 പേരും ജനിച്ചത് ഈ ക്യാമ്പസിലാണ്. ഞാൻ ജനിച്ചത് ഈ ഹോസ്പിറ്റൽ ക്യാമ്പസിലാണ്. എനിക്ക് 12 വയസ്സ് വരെയും രോഗിയായിരിക്കുമ്പോൾ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും ഇവിടെ അഡ്മിറ്റും ആകാറുണ്ടായിരുന്നു. അതിനുശേഷം 82-84 ബാച്ച് പ്രീ ഡിഗ്രി ഇവിടെ പഠിക്കുവാൻ സാധിച്ചു. പ്രീ ഡിഗ്രി പഠനം പൂർണ്ണമായിട്ട് വിജയകരമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഒട്ടനവധി പാഠങ്ങൾ പഠിച്ച് പുറത്തിറങ്ങുവാനും പിന്നീട് ജീവിതത്തിൽ ഉയർച്ചകളിലേക്ക് വരുവാനും നിങ്ങൾ പലരും കേട്ടതുപോലെ ലോകത്തിന്റെ 6 വൻകരകളിലും എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ മേഖലകൾ, എൻ്റെ യാത്രകൾ നടത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇതിനെല്ലാം അടിസ്ഥാനം ഹെൻറി ബേക്കർ കോളേജിൽ നിന്ന് ഞാൻ ആരംഭിച്ചതാണ്. എല്ലാ അധ്യാപകർക്കും നന്ദി. നിങ്ങളെല്ലാവരും വന്നതിന്, ഇന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്, ഈ ആദ്യത്തെ 7 ബാച്ചുകളുടെ പേരിലും ഹെൻറി ബേക്കർ കോളേജിന്റെ പേരിലുമുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. എൺപത്താറ് 88 ബാച്ച് റെഡിയായി നിൽക്കുക. അടുത്തത് 86-88 ബാച്ചാണ്. അവർ റെഡിയായി നിൽക്കുക. 86-88 ബാച്ചിൽപ്പെട്ട ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്പീഡിൽ പെട്ടെന്ന് എടുക്കുക. ഫോട്ടോയും വീഡിയോ ഒക്കെ പെട്ടെന്ന് എടുക്കുക. എടുത്തു കഴിയുമ്പോൾ കൈ കാണിക്കുക. അടുത്ത ബാച്ച് കടന്നു വരിക. 87-89 ബാച്ചിലുള്ളവര് പലരും പോയി. വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുണ്ടെന്നാലും എങ്കിലും ഉള്ളവർ വരിക. ആ ഫോട്ടോയുടെ എടുത്താൽ ഫോട്ടോ സെക്ഷൻ തൽക്കാലം അവസാനിക്കുക. 87-89 ഫോട്ടോ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നു. ഉണ്ടായിരുന്നതിൽ കുറെ പേര് പോകുകയാണെന്ന് അറിയിച്ചതിന് ശേഷമാണ് പോയത്. നിശ്ചയമായിട്ട് നമുക്ക് വരുന്ന ആളുകൾ ഏറെ സന്തോഷം കൊണ്ടുപോകാൻ സാധിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ ദൂരെ യാത്ര ചെയ്ത് വന്ന എൻ്റെ സഹ കൂട്ടുകാരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും ആളുകൾ ഇവിടെ വന്നു കൂടിയത് തന്നെ നമ്മുടെ ഒരു വൻ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എല്ലാവരുടെയും സന്തോഷവും അതിലുപരി അഭിമാനവും ഒക്കെ ആയിരുന്നു എല്ലാവരുടെയും മുഖത്ത് ഇങ്ങനെ ഒരു സംരംഭം വന്നപ്പോൾ. ഇവിടെ ഒത്തുചേരാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് എല്ലാവരും ഓടിയെത്തിയത്. ഇനിയും പോകാതെ ഇവിടെ ഇരിക്കുന്നതും ഇവിടെ നമ്മുടെ കോളേജിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. അപ്പം ഇവിടെ വന്നുകൂടിയ എല്ലാവരോടും ഞാൻ ഒറ്റ വാക്കിൽ ഒരു നന്ദി പറയുകയാണ്. ഇവിടെ വന്നുകൂടിയ എല്ലാവരോടും എൻ്റെ ഏറ്റവും സ്നേഹവും നന്ദിയും എല്ലാം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം. എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെയും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ ഒന്ന് കാണാൻ വലിയൊരു സന്തോഷമായിരുന്നു. എന്തെല്ലാം പ്രോഗ്രാം എനിക്കുണ്ടായിരുന്നു എന്ന് അതെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇത്രയും ദൂരം ഞാൻ ഇവിടെ വന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ വാക്കുകൾ നിർത്തും. നന്ദി, നമസ്കാരം. അപ്പോൾ ഇപ്പോഴത്തെ കോർഡിനേറ്റേഴ്സ് ഇനി ഒരുപാട് പേരെ സംഘടിപ്പിച്ച് ഇനിയും ഈ വർഷങ്ങൾ മാത്രമല്ല 2-3 വർഷത്തെ കുട്ടികളെയും കൂടെ വിളിച്ച് ഒന്ന് സഹകരിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതുപോലെ നല്ല നല്ല അജണ്ടകൾ പ്രോഗ്രാം ചെയ്ത് നടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊരു വൻ വിജയമായി തീരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവർക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ചെറിയ പാട്ടും കൂടെ പാടിയിട്ട് അവസാനിപ്പിക്കാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ജീവിതം എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറഞ്ഞാൽ ആ 40 വർഷത്തിന് പക്ഷേ
കുടുംബവും കല്യാണവും കുഞ്ഞുങ്ങളും സ്വത്തും വീടും കാര്യങ്ങളെല്ലാം അതിനുവേണ്ടി ഓടുന്ന ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 40 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ ബോണസ്. ഞാൻ എൻ്റെ എല്ലാ ആശംസകളും പിന്തുണകളും അർപ്പിച്ചുകൊണ്ട് ലഭിച്ച സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ 84-86 സെക്കൻഡ് ഗ്രൂപ്പിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ അന്ന് സംബന്ധിക്കാനും എല്ലാവരെയും കാണാനും പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സിനെ പ്രത്യേകിച്ച് കാണാനും ഒക്കെ ഭാഗ്യം ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ കൂട്ടായ്മ മുമ്പോട്ട് നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാത്തിനും നന്ദി, നമസ്കാരം. നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമാണ്. ആദ്യകാലത്തുള്ള 7 ബാച്ചിൻ്റെ യോഗം, അതുപോലെ തന്നെ പൂർവ്വ അധ്യാപകരെ ആദരിച്ചവർ, അതുപോലെ തന്നെ അനുസ്മരണം നടത്തി. ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ കോളേജിനോടുള്ള വലിയൊരു ബോണ്ടഡ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മനസ്സിലാക്കുന്നു. വളരെ നല്ല ദിവസമായിരുന്നു. എല്ലാവരും സന്തോഷത്തിലാണ്. നമ്മുടെ അടുത്ത വർഷം ഇനിയും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. മെഗാ അലുമിനി സംഘം കൂടണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. 81 മുതൽ 87 വരെയുള്ള ബാച്ചിൻ്റെ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം രാവിലെ 9 മണി മുതൽ വളരെ സന്തോഷത്തിൽ 4 മണിയായിട്ടും പിരിഞ്ഞു പോകാതെ ഫോട്ടോ എടുത്ത് നമ്മുടെ കെൻഡറി ബേക്കറിന്റെ പരിസരത്തുകൂടി ഞങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. തീർച്ചയായും ഇനി ഒരു മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ കോളേജിൽ 81 മുതൽ ഇതുവരെ പഠിച്ച മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കേരളത്തിലെ മുഴുവൻ കോളേജുകൾക്കും മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്കും മാതൃകയായി തീർച്ചയായിട്ടും കെൻഡറി ബേക്കർ കോളേജിൽ എത്രയും പെട്ടെന്ന് നടത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ പങ്കെടുത്ത എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളോടും പൂർവ്വ അധ്യാപകരോടും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ദിവസങ്ങളായി ഈ സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തു തന്ന് ഞങ്ങളോടൊപ്പം എല്ലാ സമയത്തും ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ സാറിനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പേരിൽ ഡോക്ടർ ഗിരീഷ് കുമാർ സാറിനോടുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.